ഞാൻ ഞെട്ടിപ്പോകുന്നു. എന്റെ ദേഹത്തിന് വിറയൽ പിടിക്കുന്നു. അവർ ദുഷ്ടന്മാർ ജീവിച്ചിരിക്കുന്നു. ഞാനിവിടെ തന്റെ വയറ് പൊട്ടി എല്ലോടെല്ലോട്ട് നോക്കി അയ്യോവിന്റെ ആ മുഖം നോക്കി എനിക്ക് വലിയൊരു സന്തോഷം തോന്നുന്നു. അയ്യോവിന്റെ ആ ഇരിപ്പ് ആ സമയത്തെ തൊക്കോൽ മാം ഇങ്ങനെ ചുരുണ്ടിതെല്ലാം നീര് പിടിച്ചൊക്കെ കിടക്കുക. ഞാനിങ്ങനെ പാസ്റ്ററിലൂടെ പ്രാർത്ഥിക്കാനൊക്കെ പോകുന്നുണ്ട്. ഇപ്പോഴും എനിക്ക് ഈ ചൊറിച്ചിൽ മാറിയിട്ടില്ല പാസ്റ്ററെ. അവിടെ എല്ലാവരുടെയും സൗഖ്യം നടന്നു, അവരുടെ എല്ലാം ശരീരത്തിലെ മുഴ പോയി, എൻ്റേത് മാത്രം പോയില്ലല്ലോ എന്ന് നിന്നോക്ക് ദൈവത്തോട് പറയാൻ അവകാശമില്ലെന്നാ പാസ്റ്റർ പറയുന്നത്. നിന്റെ സമയം വിദൂരമല്ല. ഓർമ്മയുടെ പുസ്തകം എന്ന് പറയുന്ന ഒരു പുസ്തകത്തിനകത്ത് നിന്റെ ആരാധനയുടെ ഭാഗത്തുനിന്ന് ദൈവം എഴുതിയിട്ടുണ്ട്. അത് തുറക്കുന്ന നാളിൽ അവരെക്കാൾ ശ്രേഷ്ഠമായ ഒരു ദൈവം നിനക്ക് തരുവാൻ ആഗ്രഹിക്കുന്നു എന്നവർക്ക് ഞാൻ പറഞ്ഞ ഭാഷ മനസ്സിലായവരെ കരമം ഉയർത്തുന്ന ദൈവത്തിന്റെ ശക്തിയോടെ ആരാധിക്കാൻ ആഗ്രഹമുണ്ട് കേട്ടോ. ഹൃദയം മുമ്പ് ആരാധിച്ചു പോകാൻ. യോബിന്റെ ഇരിപ്പും അവന്റെ ഭാവവും ഒക്കെ മുഖത്തേക്ക് കൊണ്ടുവരണം. പിള്ളേരുമില്ല, ഭാര്യയുമില്ല, വയലുമില്ല, നന്മയുമില്ല, ഒരു നേരത്തെ ഭക്ഷണത്തിന് ആഹാരവുമില്ല. പക്ഷെ ഭക്തിയുടെ വാക്ക് മുറുകെ പിടിച്ചിട്ടുണ്ട്. എന്നാൽ അതിന് നടുവിലും അവൻ പറയുന്ന ഒരു വാക്കാണത്. എന്ന് വായിച്ചേ ഭക്തിക്കകത്തിരുന്നോണ്ട് ആര് പറയുന്നേ? ആർക്ക് ഭക്തിയുണ്ട്? ഭക്തിയുള്ളവരാ പറയുന്നത്. ഇപ്പൊ ചോദിച്ചാൽ നമ്മൾ എത്ര ഭാഷ പറഞ്ഞിട്ടുള്ളത്? ഒന്ന് കൈ കൊടുത്ത് ചോദിച്ചാൽ എത്രയോ ഭാഷ നമ്മൾ ഭക്തിക്കകത്തിരുന്ന് പറഞ്ഞിട്ടുണ്ടോ? എത്രയോ ആവശ്യം. കൊള്ളം, നല്ല പരിപാടിയാ. ഇതിനെക്കാട്ടി നല്ലതാണ് അവിടോട്ട് പോയിരുന്ന ഇപ്പൊ ആ കാറ് മേടിച്ചോണ്ടെങ്കിൽ വരാന്ന് പറഞ്ഞ സമയങ്ങൾ പണ്ട്. ഇതിനെക്കാട്ടി നല്ലത് ഊതി വീഴ്ത്തുന്ന. കഴിഞ്ഞ ദിവസം ആ ദേവദാസൻ വന്ന് പറഞ്ഞു, എന്റെ പൊന്നെ ഇവിടെയൊക്കെ കൊട്ടുന്നവരെ സൂക്ഷിച്ചോണം. എന്നെ ഭക്തി മുറുകെ പിടിക്കുന്നവരുണ്ട്. ഞാൻ അദ്ദേഹത്തെ കൊണ്ടുവിടാനായിട്ട് കോഴഞ്ചേരിയിൽ പോയിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ദേവദാസൻ അവിടെ ശുശ്രൂഷകളുണ്ടായിരുന്നു. ഗോവയിൽ നിന്ന് വന്നൊരു ശുശ്രൂഷകൻ. ഞാൻ അദ്ദേഹത്തെ കോഴഞ്ചേരി കൊണ്ടുവിടാൻ പോയി. ചെന്നപ്പോൾ അവിടെ ഒരു പാസ്റ്ററിൻ്റെ വീട്ടിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ലഗേജുകൾ ഇരിക്കുന്നത്. ഞാൻ അവിടെ അദ്ദേഹത്തെ ഡ്രോപ്പ് ചെയ്യാൻ പോയി. അവിടെ ചെന്നപ്പോൾ ഒരു പാസ്റ്ററിനെ കുടുംബത്തെ എനിക്ക് പരിചയപ്പെടാൻ ദൈവം സഹായിച്ചു. ആ പാസ്റ്റർ എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കാല് ശരിയായിട്ട് നടക്കാൻ കഴിയത്തില്ല. അത് രോഗം വന്ന് താൻ ദൈവത്തിനായി ദൈവദിനത്തിൽ നിന്ന് ദൈവദിനത്തെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് രോഗം വന്നു. അത് മൊത്തം അദ്ദേഹത്തിൻ്റെ കാലിന് അല്പം തേയ്മാനം വന്നു. അതുകൊണ്ട് വിശ്വാസികൾ ആരും പറഞ്ഞില്ല, ഇവരിൽ ജിഹാദുണ്ടെന്നൊന്നും ആരും പറഞ്ഞില്ല. ദൈവം ചില ശോധനകൾ കൊടുത്താൽ ഏറ്റെടുത്ത് ശോധന പറഞ്ഞേ പറ്റത്തുള്ളൂ. ഒന്നും പറയുന്നില്ല. നാളെ കാലത്ത് ഞങ്ങൾ ആരെങ്കിലും ഒരു തീരുമാനം കിടന്നു കഴിഞ്ഞാൽ പോരാന്ന് പറഞ്ഞ് ഇരിക്കുകയും ചെയ്തത്. ദൈവം ചില ശോധനകളൊക്കെ കൊടുക്കുമ്പോൾ ദീനവും വരും, ദണ്ണവും വരും. ആരെല്ലാം പറഞ്ഞാലും വരും. നിശ്ചയം സ്വത്രം പറയുന്നില്ല, സ്വത്രം പറയുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന് ഒരു പ്രയാസം ഉണ്ടായി. അദ്ദേഹത്തിന്റെ കാല് ക്ഷയിച്ചു. പക്ഷെ അദ്ദേഹം ഒരു കാര്യം ചെയ്തു. അദ്ദേഹത്തിന് കോഴഞ്ചേരിയിൽ ഒരു 5 or 8 ദിവസത്തിന്റെ വസ്തു ഉണ്ടായിരുന്നു. അദ്ദേഹം കർത്താവിനെ കണ്ടുകൊണ്ടപ്പോൾ അത് എഴുതി വിറ്റ് കളഞ്ഞിട്ട് 3 പെൺകുഞ്ഞുങ്ങളുമായി കണ്ണൂരിന്റെ പ്രദേശത്ത് വേല ചെയ്യാൻ പോയി. നമ്മളായിരുന്നെങ്കിൽ എൻ്റെ പൊന്നെ ഇവിടെ എങ്ങാണ് അങ്ങ് ട്രാക്ടർ കൊടുത്ത് ഒതുങ്ങിയാൽ പോരായോ എന്ന് ചോദിക്കും. നമ്മുടെ കൂടെയുള്ള ദേവദാസന്മാർ അങ്ങനെ ആണല്ലോ. കൂടെ പോയി ഞാൻ പ്രാർത്ഥിക്കണം, ഇവരെയൊക്കെ ഒന്ന് പുറത്ത് വിടാൻ. ഇവരിങ്ങനെ നെല്ലിക്കാമ പിടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുക. ഏതായാലും അദ്ദേഹം എന്ത് ചെയ്തു? ആ സ്ഥലമൊക്കെ വെച്ചിട്ട് അദ്ദേഹം കണ്ണൂർ പോയി. അവിടെ ഒരു കൊച്ചു കൊടുല് പേടിച്ച് അവിടെ 3 കുഞ്ഞുങ്ങളുമായി, അദ്ദേഹം പറഞ്ഞ ഒരു ചിത്രം ഞാനീ പറയുന്നത്, 3 കുഞ്ഞുങ്ങളുമായി അവിടെ താമസിച്ചു. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാവുന്നിടത്തോളം അദ്ദേഹം പഠിപ്പിച്ചു. എത്രയും പഠിപ്പിച്ചെന്ന് കഴിഞ്ഞാൽ GNM വരെ പഠിപ്പിച്ചു. ജനറൽ നേഴ്സ്. അത്രയും പേര് അദ്ദേഹത്തിൻ്റെ ഓട്ടേ ഉണ്ടായുള്ളൂ. അത്രയും പേര് അദ്ദേഹം പഠിപ്പിച്ചു. അവസാനം അദ്ദേഹം ആ സ്ഥലവും വീടും IPC സഭയ്ക്ക് ആത്മീയ ആരാധനയ്ക്കായി എന്നേക്ക് എഴുതി വെച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാനിത് എൻ്റെ മരണം ഇന്നുണ്ടായാൽ
നാളെ പെൺപിള്ളേരെ കെട്ടാൻ വരുന്നവന്മാരെല്ലാവരും കൂടെ ഇത് അവരുടെ വീടാക്കി മാറ്റാൻ അത് ചടങ്ങ. ഇത് സഭയായിട്ട് തന്നെ ഇരിക്കണം. ഒരു വീട് സഭയ്ക്ക് എഴുതി കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇപ്പൊ വീടുമില്ല, കൂടുമില്ല, ഒന്നുമില്ല, ഒരു സെന്റ് ഭൂമിയില്ല. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരന്മാരൊക്കെ സമുദായങ്ങളിലാണ്. അവര് അമേരിക്കയിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് നിനക്കൊരു കാര്യം ചെയ്യാൻ ഞങ്ങളെല്ലാവരും കൂടെ കുഞ്ഞുങ്ങൾ വഴിയിലാവരുമല്ലോ, ഒരു നല്ല വീട് നീ നോക്കിക്കോ, എത്ര ലക്ഷം രൂപ വരുന്നത് ഞങ്ങളെല്ലാവരും കൂടെ വന്ന് എഴുതാൻ. അദ്ദേഹം കിടങ്ങന്നൂർ പോയി ഒരു നല്ല വീട്. അദ്ദേഹം പറഞ്ഞ സാക്ഷ്യമാണ്. ഭക്തിയുടെ വിലയാണ് ഞാൻ ഈ പറയുന്നത്, വിശ്വാസത്തിന്റെ വിലയാണ് ഞാൻ ഈ പറയുന്നത്, അല്ല മറ്റൊന്നുമില്ല. നമ്മളൊരു മുട്ട കൊടുത്തേച്ച് അയ്യോ കുറഞ്ഞു പോയി ചിന്തിക്കുന്ന സ്വഭാവക്കാരാ, അത് ചിന്തിക്കല കൊണ്ടാ പറയുന്നത്. ചുരുക്കി പറയട്ടെ, അമേരിക്കയിൽ നിന്ന് സഹോദരന്മാർ വന്ന് വീട് കാണാൻ കിടങ്ങന്നൂരിലെ മനോഹരമായ വീട് കണ്ടു. നല്ല വീട്, പുത്തൻ വീട്. നാളെ എഴുതിക്കളയാം, 57 ലക്ഷം 55 ലക്ഷം രൂപ ഞങ്ങളുടെ പറഞ്ഞു. നാളെ എഴുതി തന്നു കളയാം. ശരി, എന്തിന്റെ മക്കളെല്ലാം വിളിച്ചോണ്ട് വാ, നാളെ കച്ചേരി പോയി എഴുതി തരാം, ഒട്ടാശയെടുക്കാം, ഓടിയാക്കാം. പക്ഷെ നിന്റെ പേര് ഞങ്ങൾ എഴുതത്തില്ല. ചോദിച്ചു, കാരണം നിന്റെ പേരിൽ എഴുതി തന്ന നാളെ ഇത് നീ IPC എഴുതി കൊടുത്തേരോ? നീ ഇങ്ങനെ കർത്തവ്യ ദിവസം പിടിച്ചോണ്ട് നടന്ന് പിന്നെ നിന്റെ ഹൃദയത്തിൽ പിന്നെ ദൈവം പറഞ്ഞെന്ന് പറഞ്ഞ് നീ ഒരു കാര്യം ചെയ്തേരോ? അത് വേണ്ട, നിന്റെ കുഞ്ഞുങ്ങൾക്ക് എഴുതി തരാം. അദ്ദേഹം മുഖത്ത് നോക്കി ഇങ്ങനെ പറഞ്ഞു, എന്റെ ദൈവത്തെ അപമാനിക്കുന്നതിന്റെ വീട് എനിക്ക് വേണ്ട, എന്റെ ദൈവത്തെ ദുഷിക്കുന്നവന്റെ കെട്ടിടം എനിക്ക് വേണ്ട, എന്റെ ദൈവത്തെ അറിയാത്തവന്റെ പണം എനിക്ക് വേണ്ട. കേട്ടോ കുഞ്ഞ്, മനസ്സിലാക്കുക, ദൈവത്തിന്റെ ഭക്തി എങ്ങനെ മുറുകെ പിടിക്കുന്നത്, ദൈവത്തിൽ എങ്ങനെ വിശ്വാസം വെക്കുന്നത് മുറുകെ പിടിക്കുക. ദൈവം നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ ദൈവം ശക്തന. മുഷിയുന്നവർക്ക് പറയരുത്, ദൈവത്തെ കോപിപ്പിക്കുന്നവർക്ക് പറയരുത്. അവർ മടങ്ങിപ്പോയി. വീട് കൊടുത്തില്ല കേട്ടോ. കാഴ്ചേരിയിൽ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് വാടകയ്ക്ക് ഒരു വീട് കൊടുത്തു. അതിനകത്താണ് അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹം എന്നോട് പറയാം, പാസ്റ്റർ, അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇവിടെ ഒരു പിടി മണ്ണില്ല, പക്ഷേ എൻ്റെ സ്വർഗ്ഗത്തിലെ ദൈവം എനിക്ക് വലിയവനാ. അദ്ദേഹത്തിന്റെ തലമുറയെ കുറിച്ച് അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്റർ, ജനറൽ നേഴ്സിംഗിന് ആ കാലത്ത് MOH കയറാൻ കഴിയാത്ത മണ്ഡലത്തിനകത്ത് അന്ന് ഇന്റർവ്യൂ വന്നപ്പോൾ MOH ജനറൽ നഴ്സിനെ എടുക്കുവാൻ ഓർഡർ ഇട്ടു. തനിന്റെ തലമുറയെ MOH നേഴ്സാക്കി ദൈവം ദൂരങ്ങളിൽ അയച്ചു. മാത്രമല്ല, ആ കുഞ്ഞിനെ അറിയുന്ന ഒരു ഭർത്താവിനെ ദൈവം അബുദാബിയിൽ നിന്ന് കൊണ്ടുവന്ന കുടുംബത്തിൽ സന്തോഷങ്ങൾ വന്നു തുടങ്ങി. ദൈവം നിന്നെ മറന്നു കളയത്തില്ല. കേട്ടോ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവവൈദ്യരെ, ദൈവത്തിന് വേണ്ടി കൊടുക്കുന്ന ദൈവവൈദ്യരെ, ദൈവത്തെ ശുശ്രൂഷിക്കാൻ ഇറങ്ങുന്ന ദൈവവൈദ്യരെ, ഒരു നാളും എന്റെ ദൈവത്തിനെ മറന്നു കളയത്തില്ലെന്ന് ഞാൻ ഇതുകൊണ്ട് പറഞ്ഞ വിശ്വസിക്കുന്നു. കരമടിച്ചത് ദൈവത്തിന് നന്ദി പറയാമോ? ശക്തിയോടെ പറയാമോ? ദൈവം മറക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ആ വാക്യത്തിൽ ഇങ്ങനെ എഴുതി വായിച്ചു പറഞ്ഞു, അവർ കറുത്തൊടുപ്പിട്ടതിനാൽ വായിച്ചേ പൊക്കോട്ടെ. അമ്മ യോബ് പറഞ്ഞ കാര്യമാണല്ലോ പറഞ്ഞു. ഒന്ന് വായിച്ചേ, യോബിന്റെ വാക്യം ഒന്ന് വായിച്ചേ വേഗം. കമാ, യോബ് എന്താ പറഞ്ഞു? വായിച്ചേ. ഓർക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോകുന്നു, എന്റെ ദേഹത്തിന് വിറയിൽ പിടിക്കുന്നു. ദുഷ്ടന്മാർ ജീവിച്ചിരുന്ന് വാർദ്ധക്യം പ്രാപിക്കുകയും അവർക്ക് ബലം വർദ്ധിക്കുകയും ചെയ്യുന്നത് എന്ത്? അവരുടെ സന്താനം അവരോടുകൂടെ അവരുടെ മുമ്പിലും അവരുടെ വംശം അവർ കാണുകയും ഉറച്ചു നിൽക്കുന്നു. അവരുടെ വീടുകൾ ഭയം കൂടാതെ സുഖമായിരിക്കുന്നു. ദൈവത്തിന്റെ വടി അവരുടെ മേൽ വരുന്നതുമില്ല. ദൈവത്തിന്റെ വടി അവരുടെ മേൽ വരുന്നതുമില്ല. ദൈവരെ തൊടുന്നത് പോലുമില്ല. സ്വതന്ത്രം പറഞ്ഞാട്ടെ. ദൈവത്തിന്റെ വടി അവന്റെ മേൽ വരുന്നതുമില്ല. അവന്റെ കാള ഇണചേരുന്നു. അവന്റെ കാളയാണെങ്കിൽ ഇണചേരുന്നു, നിഷ്ഫലമാകുന്നില്ല, ഒന്നും മച്ചിയാകുന്നില്ല. സ്വതന്ത്രം പറഞ്ഞിട്ട് ഒന്നിനും ഒരു കുഴപ്പമില്ല. ഞാൻ ഇവിടെ ഈ തൊക്കിനകത്ത് അമേരി ചുരുണ്ടുകൂടി കിടക്കുമ്പോൾ ദൈവം പറയാം, നീ ഭാരപ്പെടണ്ട, ഞാൻ അവരെക്കാൾ ശ്രേഷ്ഠമായ ഒരു അത്ഭുതം നിന്റെ കുടുംബത്തിൽ ചെയ്യുവാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. ഇന്ന് മകൾക്കാര് നിരാശക്കാരെങ്കിലും ഇന്ന് മകൾ ഭാരത്തോടിരിക്കുന്ന കുട്ടികളോട് പറയാനുണ്ട്. ചുഴലിക്കാറ്റിൽ ഇറങ്ങി വരുന്ന എന്റെ ദൈവം അവരെക്കാൾ ശ്രേഷ്ഠമായ ഐശ്വര്യം അനുഗ്രഹം നിന്റെ കുടുംബത്തിനകത്ത് തരാൻ എന്റെ
ശക്തനാണ്. ഞാൻ മക്കളുടെ ഒരാളോട് സാക്ഷ്യത്തിന്റെ ദിവസം വേറെ സമയം പോയി. ഞാനൊരു കാര്യം പറയാം. ദുഷ്ടന്റെ വീട് വലിപ്പമുള്ളതായിരിക്കും, അവന്റെ വീട്ടിൽ ഐശ്വര്യം കാണത്തില്ല. പക്ഷെ ദൈവം നിനക്ക് തരുന്നത് ഐശ്വര്യത്തോട് കൂടെയുള്ള സമ്പത്തായിരിക്കും. ഒന്ന് കൈകൊണ്ടെന്ന് പറ, ഐശ്വര്യത്തോടുള്ള സമ്പത്താണ് ദൈവം നിനക്ക് തരാൻ പോകുന്നത്. ഐശ്വര്യത്തോടു കൂടെയുള്ള സമ്പത്ത്. അങ്ങനെ 112 സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, അവൻ ഐശ്വര്യമോ അവൻ സമ്പത്ത്, ജയത്തിന്റെയും ഉല്ലാസത്തിന്റെ കോശവും അതോടുകൂടെ സമ്പത്തും 2015 ദൈവമക്കളുടെ കുടുംബത്തിനകത്ത് ചെയ്തു നിൽക്കുവാൻ എന്റെ ദൈവം ശക്തനാണ്. ദൂതനകത്ത് വിശ്വസിക്കുന്നു. ആരാധിക്കുന്ന ദൈവമക്കളും ആരാധിക്കാത്ത ദൈവമക്കളെ തമ്മിൽ ഞാനൊരു വ്യതിയാനം വരുത്താൻ പോകുന്ന ദിവസമാണ്. ചെറുതൊരു ഹല്ലേലൂയ പറയാമേ. അവര് പറഞ്ഞു, ഞങ്ങൾ ഈ കറുത്തൊടുപ്പെട്ടതിനാലൊക്കെ കൂടെ വായിച്ച അവസാനിപ്പിച്ചില്ല, ഞാൻ നോക്കാൻ പോവാം. കറുത്തൊടുപ്പെട്ടതിനാലും മലാക്കി വേഗം വായിച്ചത്. പോ. സൈന്യങ്ങളുടെ യഹോവയുടെ മുമ്പാകെ കറുപ്പെടുത്ത നടന്നതിനാൽ എന്ത് പ്രയോജനമുള്ളൂ? ഞങ്ങൾ ഈ കറുത്തൊടുപ്പും മേധോസ്തും ഒക്കെ പിടിച്ചോണ്ട് നടന്നിട്ട് എന്ത്? പക്ഷെ ആര് കേട്ടു? സ്വർഗത്തിലെ ദൈവം കേട്ടു. അടുത്ത വാക്യം വായിച്ചോട്ടെ. ആകയാൽ ഞങ്ങൾ അഹങ്കാരികളെ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നു. സത്യത്തിൽ അവരല്ലേ ഭാഗ്യവാന്മാർ, ഞങ്ങൾ ഗതികെട്ടവരല്ലേ. ദുഷ്പ്രവർത്തിക്കാർ അഭ്യുദയം പ്രാപിക്കുന്നു. നീ ഗതികെട്ടതല്ല, നീ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അവൻ നീ ഗതികെട്ടതൊന്നുമല്ല, നിന്റെ സമ്പന്നനായ ദൈവം കേട്ടോ. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, നീ അല്പം കൂടെ ആരാധിക്കാൻ തയ്യാറായിക്കോ. ഞാൻ ആ വ്യത്യാസം നിന്റെ കുടുംബത്തിനകത്ത് ചെയ്യാൻ പോവുക. ചെറു ദൈവത്തിനൊരു ഹല്ലേലൂയ പറയണ ശക്തിയോടെ. അടുത്ത വാക്യം ഇങ്ങനെ വായിക്കുന്നത്, വായിച്ചോടട്ടെ. ദൈവത്തെ പരീക്ഷിക്കുന്നവർ ശിക്ഷ ഒഴിഞ്ഞു പോകുന്നു എന്ന് നിങ്ങൾ പറയുന്നു. ദൈവത്തെ പരീക്ഷിക്കുന്നവരുടെ ശിക്ഷ ഒഴിഞ്ഞു പോകുന്നു എന്ന് നിങ്ങൾ പറയുന്നു. ഞാൻ പറയുന്നില്ല, നിങ്ങളാ പറയുന്നേ. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ തമ്മിൽ സംസാരിച്ചു. അന്ന് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചത് സ്വർഗം കേട്ടു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഒന്ന് കൈ കൊടുത്തു പറഞ്ഞ ദൈവത്തെ വിരോധമായി ഒന്നും പറയല്ലേ. കുരു വന്നാലും വയല് പോയാലും വണ്ടി ഇടിച്ചാലും അതേക്കൂടി വണ്ടി ഇടിച്ചാലും ദൈവത്തിന് വിരോധമായി ഒന്നും പറയല്ലേ. ദൈവം ശ്രദ്ധ വെച്ച് കേൾക്കുമേ. ചേർന്നല്ലേ പറഞ്ഞത്, നിന്റെ കുഞ്ഞുങ്ങളുടെ വഴി അല്പം മുട്ടിയാലും നിങ്ങൾ ഭാരപ്പെടരുത്, അല്പം വൈകിയാലും ഭാരപ്പെടരുത്, അല്പം താമസിച്ചാലും ഭാരപ്പെടരുത്, ഒരു ഭവനം ഒരു പക്ഷേ ലഭിച്ചില്ലെങ്കിൽ ഭാരപ്പെടരുത്. ചേർന്ന് ദൈവത്തിനൊരു ഹല്ലേലൂയ പറയാമോ? എന്താ പറയരുത്? ദൈവത്തെ മുഷിപ്പിക്കുന്ന പറയരുത്. അവർക്കൊന്നും ഒരു കുഴപ്പവുമില്ല, അവർക്ക് വലിയ കൊട്ടാരങ്ങളിൽ പാർക്കുന്നു. നീ ഇപ്പോഴും ദൈവത്തെ ആരാധിച്ച് കർത്തവ്യ പുസ്തകത്തിൽ വന്നുകൊണ്ട് വൈകുന്നേരം നടക്കുമ്പോൾ ഒരു പക്ഷേ നിനക്കൊന്നും കിട്ടിയില്ല എന്ന് ഭാരപ്പെടണ്ട. ഇന്ന് പകൽ ഓർമ്മയുടെ പുസ്തകം ദൈവം തുറക്കുന്ന ദിവസമാണ്. ചെറുതൊരു ഹല്ലേലൂയ പറയാമോ ശക്തിയോടെ? അടുത്ത വാക്യം ഇങ്ങനെ വായിക്കുന്നത്, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. വായിച്ചാണ്. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി, യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി, ആരാധിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു. നീ അവനെ എങ്ങനെല്ലാം ശുശ്രൂഷിച്ചോ, എന്തെല്ലാം ചെയ്തോ, ആരോടൊക്കെ സുവിശേഷം പറഞ്ഞോ, ആരെയൊക്കെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നോ, ആരോടൊക്കെ നിത്യജീവന്റെ മൊഴികളെ പറഞ്ഞോ, അതെല്ലാം കുറിച്ചു വെക്കുന്ന ഒരു പുസ്തകമുണ്ട്. ചോദിച്ച അതിനകത്ത് വല്ലതും കാണുമോ, കുറിച്ചത് വല്ലോ, അതെല്ലാം പോയതെന്ന് ചോദിച്ച് കാണുമെന്നുള്ളവർക്കുള്ളവരൊക്കെ സന്തോഷത്തോടെ ചോദിച്ചാൽ കാണുമെന്ന് ചോദിച്ചു. ഇപ്പൊ എന്റെ മുമ്പിലല്ലേ ചോദിക്കുന്നത്, ധൈര്യത്തോട് ആമേ. എത്ര ദിവസം ഉപവാസം വരുന്ന അമ്മാമേ, എത്ര ദിവസം പ്രാർത്ഥനയ്ക്ക് വന്ന അമ്മാമേ, എത്ര ദിവസം കണ്ണുനീരോട് പ്രാർത്ഥിക്കാൻ റെഡിയായ മാമേ, എത്ര ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്ന മാമേ. ഒത്തിരി പ്രാർത്ഥന മുടങ്ങിപ്പോയില്ല, അതെല്ലാം അപ്പൊ കർത്താവ് വെട്ടാൻ തുടങ്ങി. ഒന്നും പറയുന്നില്ല. അപ്പൊ കഴിഞ്ഞ കാലങ്ങളിൽ അമ്മേനെ ഒത്തിരി കൊടുത്തേച്ച് ഇപ്പൊ കുറയ്ക്കാൻ തുടങ്ങുമ്പോൾ ഓരോ ദിവസം അവസാനം വെട്ടി പിള്ളേർ വെട്ടി പോയത് അവസാനം പൂജ പോലെ അവസാനം ഒന്നുമില്ല. സ്വന്തം പറയുന്നില്ല. കൈ കൊടുത്ത് പറയാൻ ആരാധിക്കുന്നവരും ആരാധിക്കാത്തവരും തമ്മിൽ വ്യത്യാസം അവൻ സ്മരണയുടെ പുസ്തകം തുറക്കുക. നീ ഇവിടെ വന്നിരുന്ന നെടുവേർപ്പെട്ട് ഭാരപ്പെടുന്ന പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്നത് വൃതാഭാഗത്തിൽ നീ ഉറപ്പ് പറയാം. കർത്താവിന് വേണ്ടി നീ എന്തെങ്കിലും ഒരു പെരുവലൽ അനക്കിയിട്ടുണ്ടെങ്കിൽ അത് വൃതാഭാഗത്തിൽ നീ നിനക്ക് ഉറപ്പ് തരാം. കർത്താവിന്റെ നാമത്തിൽ ഒരു പ്രാർത്ഥനയ്ക്ക് ഇറങ്ങിത്തിരിച്ചെങ്കിൽ അതിന്റെ ഉറപ്പ് ഞാൻ നിനക്ക് തരാം.
കർത്താവിന്റെ നാമത്തിൽ കൂട്ടായ്മയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ഉറപ്പ് നിലനിൽക്കട്ടെ. വിശ്വസിക്കുന്ന ദൈവമക്കൾ ശക്തിയോടെ ദൈവത്തെ മുഷിപ്പിക്കരുത്, കഠിനമായ വാക്കുകൾ പറയരുത്. വാക്യം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്ക് ഒരു നിക്ഷേപമായിരിക്കും എന്ന സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അവർ എനിക്ക് ഒരു നിക്ഷേപമായി. ഇവിടെ ഓർമ്മയുടെ പുസ്തകം തുറക്കുക മാത്രമല്ല, മന്ത്രിസ്ഥാനം കൊടുക്കുക മാത്രമല്ല, ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവരുടെ ഡെപ്പോസിറ്റ് ആയിരിക്കും. ഇത്രയും വാഗ്ദത്തം തരാൻ കഴിവുള്ള മറ്റൊരു ദൈവം ആരുണ്ട്? ഇത്രയും വാഗ്ദത്തം തരാൻ കഴിവുള്ള ദൈവം ആരുണ്ട്? ലോകത്തിലെ പല ബ്ലേഡ് കമ്പനികളെ പൊട്ടിപ്പോയാലും ഇന്ന് പകൽ നീ ആരാധിച്ച് മടങ്ങിപ്പോയാൽ എന്റെ സ്വർഗത്തിലെ ബ്ലേഡ് കമ്പനി പൊട്ടത്തിലോ ഞാൻ ഉറപ്പ് പറയാം. എത്ര പേര് ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നു? നീ കൊടുക്കുന്ന കൈകടിക്ക്, നീ കൊടുക്കുന്ന സ്തോത്രത്തിന്, നിന്റെ കണ്ണുനീരിന്, നിന്റെ നിലവിളിക്ക്, നിന്റെ ആരാധനയ്ക്ക് എന്റെ ദൈവം മൗനമായിരിക്കത്തില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾ ശക്തിയോടെ ഹല്ലേലൂയ പറയണേ. അവരുടെ എത്രയും ആരാധനയ്ക്ക് സമയം വേർതിരിക്കാമോ അത്രയും വർഷം വേർതിരിച്ചോ. 2015 കർത്താവ് വന്നില്ലെങ്കിൽ 15 നമ്മൾ വലിയ കൊള്ള പങ്കിടും. ഇത് ന്യൂ ലൈഫിന്റെ ഉറപ്പുള്ള വാഗ്ദത്തം. ഞാൻ രാവിലെ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിനോട് ആവർത്തിച്ചത് തന്നെ പറഞ്ഞു. ജനത്തോട് പറയണം, മുഷിയുന്ന വാക്ക് നാവിൽ വരരുത്, പെറുപെറുക്കുന്ന വാക്ക് എന്റെ ദൈവത്തിൽ ഉണ്ടാകരുത്. ഇത്രയും നാളെ പോയിട്ട് എന്ത് കിട്ടിയെന്ന് ദൈവത്തോട് നീ ചോദിക്കരുത്. എന്റെ ഓർമ്മയുടെ പുസ്തകത്തിൽ നീ കൊടുത്തതും ശുശ്രൂഷിച്ചതും ഒന്നാമത്തിൽ ചെയ്തതുമെല്ലാം ഞാൻ കുറിച്ചിട്ടിരിക്കുന്നു. ഞാൻ എഴുതാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം പറയണം. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്ക് ഒരു ദിവസത്തിൽ അവർ എനിക്ക് നിക്ഷേപമായിരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും. കൈകൊടുത്ത് പറ, വിൽപത്രം ദൈവം എഴുതി വെച്ചിട്ടുണ്ടോ? വിൽപത്രം എന്താ ബിലും വിൽപത്രം എന്താ എഴുതി? എന്നൊക്കെ എടുത്ത് വിൽപത്രം എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പറഞ്ഞു. അപ്പന്റെ അമ്മയുടെയും വിൽപത്രം നിനക്ക് വിരോധമായി എഴുതിയാൽ സ്വർഗത്തിലെ എന്റെ അപ്പച്ചനുണ്ടല്ലോ, നിനക്ക് വേണ്ടി വിൽപത്രം എഴുതി വെച്ചിരിക്കുക. ഇന്ന് പകൽ ഈ വർഷം നീ അത് എഴുതി പ്രാപിച്ച് നിന്റെ പേരിൽ കൊണ്ടുന്ന വർഷമാണ്. വിശ്വസിക്കുന്നത് അവർക്ക് എത്ര പേരുന്ന മകൾക്കാരെ സന്തോഷത്തോടെ കരമടിച്ച് ശക്തിയോടെ ദൈവത്തിനൊരു ഒറ്റവരമോടെയവരെ ബോധം തന്നില്ലെങ്കിലും, ചർച്ചക്കാരും ബന്ധുമിത്രാദികളും നിനക്കൊന്നും തന്നില്ലെങ്കിലും, ആരാധിക്കുന്ന ദൈവത്തിനെ അവൻ നിനക്ക് വേണ്ടി വിൽപത്രം എഴുതി വെച്ചിട്ടുണ്ട്. ഈ വർഷം നിന്റെ വിൽപത്രം ഓപ്പൺ ആകാൻ പോവുക. അത് നിന്റെ പേരിലേക്ക് നീ കൂട്ടിച്ചേർക്കുന്ന വർഷമാണ്. എത്ര പേര് പകൽക്കാലം വിശ്വസിക്കുന്നു? അടുത്ത ദിവസങ്ങൾ മുതൽ നിന്റെ ഭവനത്തിന്റെ അന്തരത്തിൽ വരത്തില്ലെന്ന് പറയുന്ന നന്മകൾ, നിന്റെ കുടുംബത്തിനകത്ത് വരത്തില്ലെന്ന് പറയുന്ന നന്മകൾ, നിന്റെ ഭവനത്തിനകത്ത് വരത്തില്ലെന്ന് പറയുന്ന നന്മകൾ നിന്റെ അകത്ത് കയറി വരുമെന്ന് ഞാൻ ആത്മാവിന്റെ ദൂത് പറയാം. വിശ്വസിക്കുന്ന കരമടിച്ച ദൈവത്തിന് ശക്തിയോടെ അവൻ നിനക്ക് വിൽപത്രം എഴുതി വെച്ചു. വർഷം അതിന്റെ പേര് കൂടുന്ന വർഷം ലോകത്തിലെ സകല സന്തതികളോട് സകല തലമുറയോട് പറയുന്നത് ഈ വർഷം നമ്മുടെ കുടുംബത്തിനകത്ത് പേര് കൂട്ടിച്ചേർക്കുന്ന ദിവസങ്ങളാണ്. നിനക്കുള്ള നിക്ഷേപം ദൈവം കരുതിയിട്ടുണ്ട്, നിനക്കുള്ള ദൈവം കരുതിയിട്ടുണ്ട്. കൽക്കണ ഉറക്കാൻ പ്രാർത്ഥിക്കുന്നു.